നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1986 നടന്ന കൊലപാതകത്തെക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുകയാണ്. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചും ഒരാളെ കൊന്നുവെന്നാണ് മൊഴി. ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് 1989 സെപ്റ്റംബർ 24 നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കടപ്പുറത്ത് യുവാവിന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ വാർത്ത പിറ്റേന്ന് പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് കേസിൽ അന്വേഷണം തുടങ്ങി. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊലപ്പെടുത്തിയതായി കഴിഞ്ഞ മാസം 5-നാണ് മലപ്പുറം വേങ്ങര സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സ്ഥിരീകരിച്ച തിരുവമ്പാടി പോലീസ് കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തിയെങ്കിലും മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അന്നത്തെ അതേ മൊഴിയിലാണ് രണ്ടാമതൊരു മരണം കൂടി പങ്കുണ്ടെന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണോ ഇത്തരം മൊഴികളെന്ന സംശയം പോലീസിനുണ്ട്. പക്ഷേ മുഹമ്മദ് അലി പറയുന്ന സാഹചര്യങ്ങളും യാഥാർത്ഥ്യ സംഭവങ്ങളും രണ്ടിടത്തും പൊരുത്തപ്പെട്ടു വരുന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. മുഹമ്മദ് അലിയുടെ മൊഴിയും രണ്ടാമത്തെ കൊലപാതകത്തെക്കുറിച്ച് മുഹമ്മദ് അലി പറയുന്നത് ഇങ്ങനെയാണ്. കൂടരഞ്ഞിയിലെ സംഭവത്തിന് ശേഷം കോഴിക്കോട് വന്ന ഹോട്ടലിലും മറ്റും ജോലി ചെയ്ത് ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ആന്റണി എന്നായിരുന്നു പേര്. ഒരാൾ പണം തട്ടിപ്പറിച്ചു. അയാൾ വെള്ളയിൽ ബീച്ച് പരിസരത്തുള്ളതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്ത് കഞ്ചാവ് ബാബു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് ഇക്കാര്യം ചോദിച്ചതോടെ തർക്കമായി. ബാബു അവനെ തല്ലി താഴെയിട്ട് മണ്ണിലേക്ക് മുഖം പൂഴ്ത്തി. ഞാൻ കാലിൽ പിടുത്തമിട്ടു. മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം അയാളുടെ കയ്യിലെ പണം പങ്കിട്ടെടുത്ത് 2 വഴിക്ക് പിരിഞ്ഞു. ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ല. മരിച്ചത് ആരെന്നും അറിയില്ല. 1989 സെപ്റ്റംബർ 25 വന്ന വാർത്ത മുഹമ്മദ് അലിയുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നതാണ്. പോലീസിന്റെ പ്രതിസന്ധി, കൊലപാതകങ്ങൾ ചെയ്തത് അവകാശപ്പെടുന്ന ആൾ മുന്നിലുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ടവരെ അറിയില്ലെന്നാണ് അയാൾ പറയുന്നത്. അവർ ആരാണ്? രേഖകളിലും പത്രങ്ങളിലും രണ്ടും അജ്ഞാത മൃതദേഹങ്ങളാണ്. സംഭവങ്ങൾ നടന്നിട്ട് 39 വർഷവും 36 വർഷവും പിന്നിട്ടിരിക്കുന്നു. എന്നാൽ 2 കൊലപാതകങ്ങൾ നടന്നു എന്ന് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ മുഹമ്മദ് അലി മാനസികരോഗത്തിന് ചികിത്സയിലെന്നാണ് സഹോദരൻ പൗലോസ് പറയുന്നത്. മാനസിക നില തെറ്റിയ ഇയാൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും ആന്റണി എന്നായിരുന്നു ഇയാളുടെ ആദ്യ പേരെന്നും സഹോദരൻ പറയുന്നു. അതേസമയം 2 കൊലപാതകങ്ങൾ താൻ നടത്തിയെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നായിരുന്നു വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. ഇതിൽ നടക്കാവ് പോലീസാണ് അന്വേഷണം തുടങ്ങിയത്. 1986 കൂടരഞ്ഞിയിൽ വെച്ച് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നതിനിടെയാണ് 1989 നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഈ കേസുകളുമായി സാമ്യമുള്ള കേസ് 1989 സെപ്റ്റംബർ 24 നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായി കണ്ടെത്തിയതോടെയാണ് പോലീസ് കേസ് റീഓപ്പൺ ചെയ്തത്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. ആദ്യ കൊലപാതകത്തിന് ശേഷം കോഴിക്കോട് ജോലി ചെയ്തിരുന്ന കാലത്ത് പണം തട്ടിപ്പറിച്ച ഒരാളെ സുഹൃത്തായ ബാബുവിന്റെ സഹായത്തോടെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് വെളിപ്പെടുത്തൽ. വെള്ളയിൽ വെച്ചാണ് കൊലപാതകം നടത്തിയെന്ന് മുഹമ്മദ് അലി മൊഴി നൽകിയിട്ടുണ്ട്. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയ പോലീസ് 116/86 രജിസ്റ്റർ ചെയ്ത കേസിൽ വീണ്ടും അന്വേഷണം തുടങ്ങുകയും കൊല നടന്ന സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. മരിച്ചയാൾക്ക് ജോലി നൽകിയ ആളിൽ നിന്നുൾപ്പെടെ വിവരങ്ങളും ശേഖരിച്ചു. എന്നാൽ ഇരിട്ടി സ്വദേശി എന്ന സൂചനകളല്ലാതെ മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വെളിപ്പെടുത്തലും രേഖകൾ പരിശോധിച്ചതിൽ അജ്ഞാത ജഡമെന്നാണുള്ളത് എന്നതിനാൽ മരിച്ചവരെ കണ്ടെത്തുവാൻ പല വഴികൾ തേടുകയാണ് അന്വേഷണ സംഘങ്ങൾ. ഇയാൾ മാനസിക പ്രശ്നങ്ങൾ ആണെന്നാണ് പറഞ്ഞ മുഹമ്മദ് അലിയുടെ സഹോദരൻ പൗലോസ് രംഗത്തെത്തിയത്. ആകെ വട്ടം കറങ്ങിയ പോലീസ് ഇയാളുടെ മനോനില പരിശോധിക്കുവാനുള്ള നീക്കത്തിലാണ്. മാനസിക നില തെറ്റിയ ഇയാൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും സഹോദരൻ പറയുന്നുണ്ട്. ആന്റണി എന്നാണ് മുഹമ്മദ് അലിയുടെ ആദ്യ പേര്. കൂടരഞ്ഞിയിൽ നിന്നും വിവാഹം കഴിച്ച ഇയാൾ ഭാര്യ ഉപേക്ഷിച്ചതോടെയാണ് മലപ്പുറം വേങ്ങരയിലേക്ക് പോയത്. അവിടെ നിന്ന് 2ാം വിവാഹം ചെയ്തതോടെയാണ് മതം മാറി മുഹമ്മദ് അലിയായത്. 25 വർഷമായി വേങ്ങരയിലാണ് സഹോദരൻ താമസിക്കുന്നത്. കൂടരഞ്ഞിയിൽ തോട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് താനും സഹോദരനും സ്ഥലത്ത് ഇല്ലായിരുന്നുവെന്നും സഹോദരൻ പൗലോസ് പറയുന്നുണ്ട്. താൻ പൂവാറന്തോട് പണിയിലായിരുന്നു എന്നും നേരത്തെ നാട് വിട്ടുപോയ മുഹമ്മദ് അലി 8 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ തിരിച്ചെത്തിയതെന്നും സഹോദരൻ പൗലോസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.